വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മുടെ ബർത്ത്ഡേ ആണ്. നമ്മുടെ അല്ല, എൻ്റെ ബർത്ത്ഡേ ആണ്. സോ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഡേറ്റ് കേട്ടോ, നാളെ വേറെ ദിവസമാണ്. ഞങ്ങൾ കൂടുതൽ നാളാണ് ആഘോഷിക്കാറുള്ളത്. ബട്ട് ഫോർ എ ചേഞ്ച് ഇന്ന് ആഘോഷിക്കില്ല, ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇനി ക്ലാസ് ഉണ്ട്, നമുക്ക് ക്ലാസ്സിന് പോകണം. അതാണ് ഏറ്റവും വലിയ മടിയുള്ള പരിപാടി. പിന്നെ പോയാലേ പറ്റൂ. അപ്പോൾ നമ്മളിന്ന് ക്ലാസ്സിന് പോവാണ് ബർത്ത്ഡേ ആയിട്ട്. അതിന് ശേഷം നമുക്ക് വൈകുന്നേരം ഒരു ചെറിയ കേക്ക് കട്ടിങ് ഉണ്ട്. കുറച്ച് ആൾക്കാർ മാത്രമുള്ള ഒരു ചെറിയൊരു കേക്ക് കട്ടിങ്. അപ്പോൾ ഞാൻ കേക്കും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ, പ്രത്യേകിച്ച് വലിയ വ്ളോഗൊന്നുമല്ല. പിന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നാളിൻ്റെ അന്ന് നമ്മൾ അമ്പലത്തിൽ പോവുക, സദ്യ കഴിക്കുക, അതൊക്കെ നാളിൻ്റെ അന്ന് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വ്ളോഗ് കാണാം. ആദ്യം തന്നെ എനിക്ക് കുറച്ച് പാത്രം കഴുകാനും ചോറ് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. കറി പിന്നെ ഗുരുവായൂർ അമ്പലത്തിലെ കറി ഉണ്ടായിരുന്നു കാരണം കറി വെക്കേണ്ട പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് പാത്രമൊക്കെ കഴുകി ചോറ് വെച്ച് ഞാൻ യൂണിഫോമൊക്കെ തേക്കാനായിട്ട് നിന്നു. യൂണിഫോം തേക്കാണ്ട് ഇന്ന് വരെ ഞാൻ കോളേജിൽ പോയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ 1-2 പ്രാവശ്യം കറണ്ട് ഇല്ലാത്ത സമയത്തായിരിക്കാം. പിന്നെ അതിന് ശേഷം നമ്മൾ കുളിക്കാൻ കയറി. യൂണിഫോം ഒന്നെങ്കിൽ കുളിക്കണതിനാട്ടി മുന്നേ തേക്കും, അതല്ലെങ്കിൽ കുളിച്ച് കഴിഞ്ഞിട്ട് തേക്കും. ഓരോ ദിവസത്തെ മൂഡ് പോലെ ഇരിക്കും. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ റെഡിയായി കോളേജിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുന്നതും നമ്മൾ കോളേജിൽ പോകുന്നതും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മിനി വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഷോർട്സ് ആയിട്ടാണ് ഞാൻ എടുത്തത്. പിന്നെ നമ്മൾ ഉച്ചയായപ്പോഴാണ് വ്ളോഗ് എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഫുഡ് കഴിക്കാതിരിക്കായിരുന്നു കേട്ടോ. കോളേജ് ഏകദേശം ലാസ്റ്റ് ഡേയ്സിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന നേരത്ത് കുറേ നേരം വർത്താനം പറഞ്ഞിരിക്കും, എന്നിട്ടാണ് ഫുഡ് കഴിക്കാൻ തുടങ്ങുള്ളൂ. ഫുഡ് കഴിക്കുകയാണെങ്കിലും നമ്മൾ വർത്താനത്തിലായിരിക്കും മുഴുകിയിരിക്കുക. ഫുഡും നമ്മൾ ആസ്വദിച്ച് കഴിക്കാറുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം എന്ന് പറയുന്നത് ഫുഡ് കഴിക്കുന്നതാണ്. രാവിലെ പോയാൽ തുടങ്ങും, ഏത് നേരത്തെ ബെല്ലടിക്കുക, ഇൻ്റർവെല്ലിന് ക്യാൻറ്റീൻ പോകണം, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണം. ഇതാണ് നമുക്ക് ആകെ കൂടിയിട്ടുള്ള ഒറ്റ ചിന്ത എന്ന് പറയണത്. അതല്ലാണ്ട് നമുക്ക് വേറെ ചിന്തയൊന്നുമില്ല. പിന്നെ ഓൾറെഡി പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം അതിൻ്റെ കുറേ തിരക്കിലായിരുന്നു. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റിന് വേണ്ടി ലാബിൽ പോവുക, അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വരിക, ഇതന്നെയാണ് ഫുൾ ടൈം. പിന്നെ നമ്മൾ എല്ലാവരും കൂടി ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചു. കുറേ ആൾക്കാർക്ക് നോമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ കുറേ നേരം വർത്താനം പറഞ്ഞ് എങ്ങനെയൊക്കെയോ സമയം തള്ളി നീക്കി. അങ്ങനെയായിരുന്നു കേട്ടോ. ഞാൻ ആക്ച്വലി പോകേണ്ടതായിരുന്നു. നമ്മുടെ കോളേജിലേക്ക് നമ്മൾ ട്രിപ്പിന് കൊണ്ടുപോയിട്ടുള്ള എമിറേറ്റ്സ് ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ കോർഡിനേറ്റർ വന്നിട്ടുണ്ടായിരുന്നു, അജ്മൽക്ക്. നമ്മുടെ ട്രിപ്പിൻ്റെ വീഡിയോസ് കണ്ടവർക്കൊക്കെ അറിയാം. അവർ നമുക്ക് ടൂർ പോയപ്പോൾ എടുത്ത ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഗിഫ്റ്റായിട്ട്. നമ്മൾ ശ്വേതയ്ക്ക് നമ്മൾ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി ചിപ്പൂസിലേക്ക് പോവാണ്. ചിപ്പൂസ് വേൾഡ് ഇല്ല, ഏതൊരു ഞങ്ങൾ അൻവർജീനാണ് കണ്ടത്. ഞങ്ങൾ പ്രിന്റ് എടുക്കാൻ വന്നതാ. ഹലോ ഗൈസ്, അപ്പം ശ്വേതയുടെ കൂടെ പ്രിന്റ് എടുക്കാൻ വന്നതാണ് ഞാൻ. പക്ഷെ ശ്വേത എനിക്ക് എൻ്റെ കമ്മൽ മേടിച്ചു തന്നു. ഡോ കമ്മൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് അവിടെ ചെന്നിട്ട് ഞാൻ നിങ്ങൾക്ക് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളിങ്ങനെ വെയിലത്ത് പ്രിന്റ് എടുക്കുമ്പോൾ ശ്വേത പ്രിന്റ് അവിടെ വെച്ചിട്ട് പോന്നു. ശ്വേത കമ്മൽ മേടിച്ചു തന്നിട്ട് അത് മതി മറന്നിട്ട് ഇവിടെ പോകുന്നു പ്രിന്റ് എടുക്കാൻ കൊണ്ടിട്ടാ. അപ്പൊ നമ്മൾ വീണ്ടും പറയണേ, ശ്വേതയുടെ ഒരു കുൽസിതങ്ങള്. ശ്വേത പ്രിന്റ് എടുത്തിട്ട് ആ കടയിൽ കൊണ്ടുവച്ചിട്ട് പോന്നു. അവർക്ക് വായിക്കാനാണ് കൊണ്ട് കൊടുത്തത്. കടയിലെ ചേച്ചി അറിഞ്ഞിട്ടില്ല ഞാനവിടെ വെച്ചത്. ചേച്ചി ഇവിടെ ഇരിക്കേണ്ട സാധനം വെയില് ഗൈസ്. അത് ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ പ്രിന്റ് എടുക്കാൻ കൊണ്ടുപോയതാണ്. ഞാൻ അവിടെ വെച്ചിട്ട് പോകുന്നു. പ്രിന്റ് എടുക്കാൻ എന്നെ കൊണ്ടുപോയിട്ട് ഞങ്ങള് വെയിലത്ത് നടന്ന് അവിടെ പ്രിന്റ് എടുത്ത് വന്നിട്ട് അവളത് വേണ്ടാന്ന് വെച്ചിട്ട് പോയി. അവിടെ നിന്ന് തിരിയുണ്ടായിരുന്നു കടയിൽ നിന്നിട്ട് എന്തെങ്കിലും എടുക്കാൻ മറന്നോന്നുള്ളത്. അപ്പോഴൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഫോൺ എടുത്തു,
സാധനം വാങ്ങി ഇട്ട് പോന്നു. അത്രയുള്ള ഗൈസ്. ബൈ. പുഴി നമ്മുടെ കോളേജ് ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ആൾക്കാർ അതേപോലെ അവിടെ എല്ലാവരും ഡാൻസ് പഠിക്കുന്നുണ്ട്. കോളേജിൽ കുറെ പരിപാടികളും കിട്ടാം. നമുക്ക് ക്ലാസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മള് ഒന്ന് പെട്ട്. ക്ലാസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് പെട്ട് പ്രിന്റ് എടുക്കാൻ പോയതാണ് പറഞ്ഞ ആട്ടും. ശ്വേത വാങ്ങിച്ചു തന്ന കമ്മല് ഇതാണ് കേട്ടോ ഗൈസ്. പൊട്ടിക്കല് കഴിഞ്ഞ ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞു. വേറൊരു ഉദ്ഘാടനം ചെയ്ത കമ്മലിട്ടിട്ട് ആട്ടി നടക്കേണ്ടതാ. രണ്ടുമാണ് ശ്വേത എനിക്ക് വാങ്ങിച്ചത്. സ്ലോമോന്ന് വെച്ചിട്ടാ മോളെ. മക്കളെ ഞാൻ യൂട്യൂബിലിടും. കോമഡി. ഇതാണ് നമ്മളെ കമ്മല്. ശ്വേതയ്ക്ക് ലോട്ട്സ് ഓഫ് ലവ്. ഭയങ്കര ഇഷ്ടം. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ പർച്ചേസ് ചെയ്തതാണ് ഗൈസ്. എന്നെ കൊണ്ടുപോയിട്ടാണ് അവൾക്ക് കമ്മല് മേടിച്ചത്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് ഞാൻ കമ്മല്. ശ്വേത കാണിച്ചിട്ട് ഇത് ശ്വേതയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് ശ്വേത വാങ്ങിക്കും. താങ്ക് യു ശ്വേത. കോളേജ് ടൈമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഞാൻ കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇതെൻ്റെ ബർത്ത്ഡേയുടെ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് കട്ടിങ്ങിന് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ സൗണ്ട് കേൾക്കില്ല. എന്താ പറയണെന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്യണം. അതല്ല നമ്മളെവിടെയാന്ന് നിങ്ങൾ ഗസ് ചെയ്യണം. അതാണ് നമ്മൾ ടിവിയിലാണ്. ഇവിടെ ഇപ്പോൾ പുതിയ ലോഞ്ച് വന്നിട്ടുണ്ട്. ചിക്കൻ കാലി പപ്സ് മെയിനാണ്. 1 മണിക്കൂർ അത് സൂര്യച്ചിട്ട് ഇപ്പോൾ കഴിക്കാൻ പറ്റില്ല. ചിക്കൻ കാലി പപ്സ് നമ്മൾ വാങ്ങും. പിന്നെ കുറച്ച് ആൾക്കാർ വരാനുണ്ട്. എന്നിട്ട് വേണം നമുക്ക് കേക്ക് മുറിക്കാൻ. നന്നായി അഭിനയിച്ചു. താങ്ക് യു. ഇത് ഓപ്പൺ ചെയ്യാത്ത ഞാൻ കണ്ടിട്ടുണ്ട് ഫോട്ടോയിലുള്ളതില്. ഒപ്പം പഠിച്ചതല്ല. നോക്കണം ഇവിടെ വണ്ടി വയ്ക്കാൻ വെയിറ്റ് ചെയ്തിട്ട്
എനിക്ക് ഏറ്റവും ബെസ്റ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് എൻ്റെ ഒരു 2 ഫ്രണ്ട്സ് എനിക്ക് തന്നു. ബാക്കിയുള്ളവരൊക്കെ നല്ല അടിപൊളി ഗിഫ്റ്റ് തന്നെ തന്നു. എല്ലാം ഗിഫ്റ്റും നല്ല അടിപൊളിയാണ്. പക്ഷേ നമുക്ക് ചിലത് നമ്മുടെ ഹാർട്ടിൽ ഇങ്ങനെ നിൽക്കുന്നൊരു ഗിഫ്റ്റ് ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഞാനത് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു, പക്ഷെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. കാരണം സാധാരണ ഞാൻ വീട്ടിൽ വെച്ചിട്ടാണ് ഇവിടെ വന്നത്. ഒരു ഫ്രെയിമാണ്. ഞാനും നാണിയും കൂടിയിട്ടുള്ളൊരു ഗിഫ്റ്റാണ് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് തന്നിട്ടുള്ളത്. ഇവിടെ ഇരുന്ന് ഒരാൾ ചിരിക്കുന്നത്, ഞാൻ എത്രയും വിഷമമുള്ളൊരു കാര്യം പറയുമ്പോൾ ഇവിടെ ഇരുന്ന് ഈ പൊന്നു ചിരിക്കുക. പൊന്നൂനെ ഞാനും ഈ പൊന്നു ഭയങ്കര കോമഡിയാണ്. വെറുതെ ഇരുന്നിരിച്ചോണ്ടിരിക്കുക പൊന്നു ഈ സ്മൈലിംഗ് വിത്തൗട്ട് എനി റീസൺ. എൻ്റെ വെപ്പ് പല്ലി കണ്ടു ഗൈസ്. വെപ്പ് പല്ലി വെച്ചിട്ടാണ് സൂര്യേച്ചി നടക്കണത്. ഇപ്പൊ തന്നെ തള്ളേ ഫുള്ള് പണിയാണ് പല്ലിമ്മേ. ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മള് പുഷ്പോത്സവം കാണാൻ വന്നിരിക്കുകയാണ് ഗൈസ്. കണ്ണപ്പ് വിളിക്കാൻ തുടങ്ങും. തണിക്ക് നമ്മള് പുഷ്പോത്സവം കാണാൻ പോവാണ്. ഞാനിവരെ കൂടെ വന്നതാണ് ഗൈസ്. വ്ളോഗെടുത്ത് ഞാൻ നടക്കൂട്ടോ. കാര്യമായിട്ടൊന്നും ഇല്ല, പക്ഷെ എന്നാലും എന്തൊക്കെയോ ജിറാഫ് ഉണ്ട്. നമ്മൾ മാൻ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല. പണ്ടത്തെ പുഷ്പോത്സവം വെച്ച് നോക്കുമ്പോ ദിസ് ഇസ് നോട്ട് ബ്യൂട്ടിഫുൾ. പണ്ടത്തെ പുഷ്പോത്സവമാണ് സീൻ. പക്ഷെ നമ്മൾ കാണാൻ വന്നിട്ടുണ്ട്. വേണ്ട അച്ചാറുകൾ പാക്ക് ചെയ്യാൻ അവിടെ നിൽക്കാണ്. പിന്നെ സിഗരറ്റ് മിഠായി ചോക്കി ഹോട്ടാണ് കാരണം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഗൈസ്. വേറെ ഒന്നുമല്ല, ഞാൻ പിറന്നാളായിട്ട് വ്ളോഗ് എടുക്കാൻ തുടങ്ങിയതാണ്. പക്ഷെ വൈകുന്നേരം ആയപ്പോഴത്തേനും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഫ്ലവർ ഷോ കണ്ട് വലിയ സുഖമില്ല. പണ്ടത്തെ ഒരു ഫ്ലവർ ഷോൻ്റെ ഒരു വൈബൊന്നും ഇല്ല. പണ്ടത്തെ ഫ്ലവർ ഷോ എന്ന് പറഞ്ഞാൽ കുറേ കാണാനുണ്ടാവും, പക്ഷെ ഇത് കുറച്ചേ ഉള്ളൂ. ഫ്ലവർ ഷോ എന്ന് പറയുന്ന ഒരു രസമൊന്നും കിട്ടിയില്ല. അത് പണ്ട് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ, അതായത് പണ്ട് തൊട്ടിട്ട് നമ്മുടെ ഫ്ലവർ ഷോ കണ്ടുവരുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇപ്പോൾ വളരെ കുറവാണെന്നുള്ളത്. നമ്മൾ ഫ്ലവർ ഷോ ഒക്കെ കണ്ട് തിരിച്ചു പോവുകയാണ്. ആൻഡ് ഈ ദിവസം എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് സ്പെഷ്യലായിരുന്നു. ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് ഒരുപാട് ചില്ല് ചെയ്ത് ഒരുപാട് ഗിഫ്റ്റ് കിട്ടി. ഗിഫ്റ്റൊക്കെ എന്നെ എൻ്റെ ഹാർട്ടിൽ അത്രയും ടച്ച് ചെയ്തു. അപ്പം ഇത്രയുള്ള ഗൈസ്, I am so grateful and I am so thankful to God and everyone. So thank you so much. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.